പ്രിയപ്പെട്ട നാട്ടുകാരെ, എവിടെ പോയി കിടക്കാടാ? സാധനം എവിടെ വേണം? ഇവിടെ ഇറങ്ങി വാ, ഇങ്ങോട്ട് ഇറങ്ങി വാ, ഇവിടെ ഇറങ്ങി വാടേ. ഇവിടെ വരും. ഒന്ന് ശ്രദ്ധിക്കുക. വളരെ നാളത്തെ എന്റെ അശ്രാന്ത പരിശ്രമത്തിന് ഫലമായി ഇതാ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ സേവിക്കാൻ വേണ്ടി ഈ മുത്താരംകുന്ന് പോസ്റ്റ് ഓഫീസിൽ ഒരു പോസ്റ്റ് മാസ്റ്റർ എത്തിയിരിക്കുകയാണ്. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ എത്തിച്ചിരിക്കുകയാണ്. എന്താ പേരെന്ന് പറഞ്ഞു? ദിലീപ് കുമാർ. അതെ, ദിലീപ് കുമാരകൻ. സുന്ദരനായ ഈ ചെറുപ്പക്കാരനാണ് ഇനി അങ്ങോട്ട് ഈ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളുടെ കത്തുകുത്തുകൾ കൈകാര്യം ചെയ്യുന്നത്. സാർ, എന്റെ കടയിലിരിക്കാം, ഒരു ചായ കുടിക്കാം സാർ. എന്റെ കടയിലിരിക്കാം സാർ. സാർ, എന്റെ കടയിൽ പഴംപൊരി ഉണ്ട്. സാർ, എന്റെ കട ദോശ ഉണ്ട്. എന്റെ കടയിൽ ഉണ്ടമ്പൊരി ഉണ്ട്. സാർ, എന്റെ മനുഷ്യരായ സ്വൈര്യാണ് ആവശ്യം. ആ സ്വൈര്യ നിങ്ങൾ തരുന്നില്ലെങ്കിലോ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ സൈക്കിൾ ഷാപ്പ് എന്താ സാറിന് എന്താ ആവശ്യം? എന്താ വേണ്ട എന്നോട് പറയും. എനിക്ക് താമസ സൗകര്യം ഏർപ്പാട് ചെയ്യാൻ വാസുവിന് എഴുതിയിരുന്നു. അതിന്റെ ആവശ്യമില്ലായിരുന്നു സാറേ. അതെന്താ? സാറിന് വാസുവിനല്ലേ കണ്ടത്? എടാ പെട്ടിയെടുക്കടാ. വരൂ. എന്താ ഇത്? ഇതിനെ ഞങ്ങളിവിടെ ചായ എന്ന് പറയും. പട്ടണത്തിൽ എങ്ങനെയാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ചിരിക്കണം. എന്താ? ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. സാറിന് വിരോധമില്ലെങ്കിൽ ഒന്ന് ചിരിച്ചാ തിരക്കേടില്ല. മതിയോ? പോരാ, ഞാൻ പ്രതീക്ഷിച്ച അത്ര നന്നായില്ല. എടുത്തോട്ട് പോണോ? രാവിലെ ഒരു തമാശക്കാരൻ വന്നിരിക്കുന്നു. ആ ചായയല്ല ഈ ചായ. ഞാൻ കൊണ്ടുവന്ന ചായയാണ് ചായ. അല്ല, നിങ്ങൾക്കൊന്നും തലയ്ക്ക് സ്ഥിരമില്ലേ? എനിക്ക് ചായ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. പ്ലീസ്, ഇത് നിർത്തോണ്ട് പോകും. സാർ കാശ് തരണമെന്നില്ല, പക്ഷെ ദിവസവും എന്റെ കടയിൽ തന്നെ വരണം. ഞാൻ പറ്റുതരാം. നല്ല നല്ല ഉണ്ടക്കായ, നെയ്യപ്പം, മധുരസേവ. ആദായ വിലയ്ക്കാണ് ഞാൻ സാധനങ്ങൾ വിൽക്കുന്നത്. നിങ്ങൾ ഇത് എടുത്തോണ്ട് പോകുന്നോ അതോ ഞാൻ വലിച്ചെറിയണോ? പാടോ രമണ, ഞാൻ അകത്തോട്ടിരിക്കേ. എങ്ങനുണ്ട് അവന്റെ കച്ചവടമൊക്കെ? അവിടെ എന്ത് കച്ചവടം? അതിരിക്കട്ടെ, ഇവിടെ എങ്ങനുണ്ട്? ഉണ്ടക്കായും മിച്ചറും ഉണ്ടക്കാക്കും തുടങ്ങിയ ശേഷം കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ശരിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല. അല്ല, നാളത്തെ കുസ്തിക്ക് നിങ്ങൾ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കുന്നില്ലേ? ഉണ്ടടോ, നല്ല കോഴിക്കോടൻ അലുവയും വറുത്ത കായും ഏർപ്പാടാക്കിയിട്ടുണ്ട്. അലുവയും വറുത്ത കായും നാട്ടുകാർ മുഴുവൻ വരും. നിങ്ങൾ അലുവയും വറുത്ത കായും തിന്ന. സഹദേവേട്ട് അവിടെ എന്തുവാ സപ്ലൈ അറിയാമോ? ചറോട്ടയും പോപ്സും. അല്ല, പൊറോട്ടയും ചാപ്സും. ആളുകൾ ഇടിച്ചു കയറും. എന്നാ പിന്നെ ഞാനിത് തുടങ്ങിക്കളെ. എങ്ങനെ തുടങ്ങാനാ? മുൻകൂട്ടി ഓർഡർ ചെയ്യാതെ ആട്ടിറച്ചിയോ കോഴി ഇറച്ചിയോ ഒക്കെ കിട്ടുമോ? പിന്നെന്താ ചെയ്യാ? പിന്നെ ഞാനൊരു വഴിയും കാണുന്നില്ല. എന്നാ ഞാനൊരു വഴി കാണുന്നുണ്ട്. നിനക്ക് ഞാൻ 10 രൂപ തരും. ഒരു ചെറിയ പണി ഒപ്പിക്കണം. ഒപ്പിക്കാം. അവന്റെ ചാപ്സ് റെഡിയാവുമ്പോ നീ അതിൽ കുറെ ഉപ്സ് കൊണ്ടിടണം. അയ്യോ, അത് വലിയ ചതിവല്ലേ നകുലേട്ടാ? എടോ, സത്യവും മര്യാദയും കൊണ്ടിടന്ന ഇക്കാലത്ത് ജീവിക്കാൻ പറ്റില്ലടോ. അവന്റെ കച്ചവടം നിർത്തിയാലല്ലാതെ എനിക്ക് മനസമാധാനം ഉണ്ടാവില്ല എന്റെ രമണ. കാര്യമൊക്കെ ശരിയാ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കാനൊന്നുമില്ല. നിനക്ക് ഞാൻ 20 രൂപ തരാം. രൂപ? ശരി, ഞാൻ ചെയ്യാം. ഓ, നിന്റെ ദൈവം രക്ഷിക്കടാ. ഒന്ന് വേഗം കൊണ്ടുപോന്നെ ചേട്ടാ. ഇപ്പൊ തരാം. എത്ര നേരമായി? ഇപ്പൊ തരാം.
പഞ്ചാബ്. ഇന്നത്തെ ഗുസ്തി സ്പെഷ്യൽ. ഇവർ ചുപ്പാണല്ലോ. എന്താണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എന്താണ് ഇത്? മനുഷ്യർ ഇതിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓക്കിത്തരം കാണിക്കുന്നത്. അടുത്ത ശരിയാകളെ ഗുരുവായൂരപ്പ ചതിച്ചോ? എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. മനോഹരമായ ഒരു പഴക്കുല. രാസവളം കൊല നെയ്ട്. രാസവളം ചേർക്കാതെ വെറും ധാതുപുഷ്ടിയുള്ള മണ്ണിന്റെ ഗുണം ഒന്നുകൊണ്ട് മാത്രം വളർന്ന് കുലച്ച് പഴുത്തു വന്ന പഴം. മാത്രമല്ല, ഇന്നു മുതൽ എന്റെ ചായക്കടയിൽ നെയ്യപ്പം, ഉണ്ടക്കായ, പഴംപൊരി തുടങ്ങിയ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ വിൽക്കപ്പെടുന്നതുമാണ്. അതും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തത്. മറ്റവന്മാര് ചെയ്യുന്ന പോലെ ഭക്ഷണ സാധനങ്ങളിൽ മായം ചേർത്ത് വിറ്റ് കാശുണ്ടാക്കാൻ ഈ നകുലൻ തയ്യാറല്ല. എല്ലാരും വരുവിൻ, ആസ്വദിപ്പിൻ. ഒരു ദിവസം നിന്നെ കൊണ്ട് ഞാൻ നന്നായിട്ട് ആസ്വദിപ്പിക്കാവടാ. പോട്ടെ സാധേ കേട്ടാ, വീട്ടുകളാ. ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ അനിയനല്ലേ നാകുലൻ. അവൻ എന്റെ ആരുമല്ല. എഴുത്തുമാൻ അറിഞ്ഞുകൂടാത്ത എന്റെ അമ്മയെ കൊണ്ട് ഒപ്പിടുവിച്ച് എനിക്കും കൂടെ അവകാശപ്പെട്ട 60 സെന്റ് സ്ഥലം തട്ടിയെടുത്ത കള്ളനാവൻ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? പക്ഷേ വടക്കേക്കര പാടം വിറ്റ വകയിൽ അമ്മയുടെ പെട്ടിയിലുണ്ടായിരുന്ന 10,000 രൂപ കട്ടിട്ടാ നിങ്ങൾ ചായക്കട തുടങ്ങിയെന്നാ ആ നകുലം പറയുന്നത്. 10,000 കിട്ടത് അവന്റെ അപ്പനാ. രണ്ടുപേർക്കും കൂടെ രണ്ടപ്പനാണോ? മന്ത്രിമാരുടെയും MLA-മാരുടെയും കൈയും കാലും പിടിച്ചാണ് ഞാൻ ഈ പോസ്റ്റ് ഓഫീസ് ഇവിടെ കൊണ്ടുവന്നത്. ഇതിനൊക്കെ തിരുവനന്തപുരത്തും കോട്ടയത്തും ചുറ്റിത്തിരിയാൻ എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്നാണ് പണം ഞാൻ വാരിക്കോരി ചെലവാക്കിയത്. ഇവിടെ സ്ഥിരമായിട്ട് പോസ്റ്റ് മാഷ് വേണോ? ഞാൻ കൊണ്ടുവരും. പക്ഷേ ജനാധിപത്യം എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ജനാധിപത്യം നടപ്പിലാക്കാൻ ഒരുപാട് പണം വേണം. മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഈ ആഴ്ച കണ്ണൂരിൽ നടക്കാൻ പോകുന്ന പാർട്ടികളുടെ സംസ്ഥാന സമ്മേളനത്തിന് ഇവിടെ എത്ര പേർ സംഭാവന തന്നിട്ടുണ്ട്? എന്നോടാണോ? ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. സോഷ്യലിസം വേണം, ഡെമോക്രസി വേണം, ബ്യൂറോക്രസി വേണം, കമ്മ്യൂണിസം വേണം. വായി മുറിച്ച് അങ്ങോട്ട് ഇരുന്നേച്ചാ മതി. കൃത്യമായി സംഭാവന തന്നിട്ടില്ലെങ്കിൽ ഈ രാജ്യത്ത് ഒരു കുന്തവും നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് ഞാൻ ശക്തിയായി പ്രഖ്യാപിക്കുന്നു. ഇന്നു മുതൽ എന്റെ ചായക്കടയിൽ നെയ്യപ്പം, ഉണ്ടക്കായ, പഴംപൊരി തുടങ്ങിയ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ ലഭിക്കുന്നതാണ്. അതും പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തത്. ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഏത് കടയിലാണ് പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ പലഹാരങ്ങൾ പൊരിച്ചെടുക്കുന്നത് എന്ന്? കേരളത്തിന്റെ കേരളത്തിന്റെ തേങ്ങ ആനക്കാര്യത്തിനിടയില ചേനക്കാര്യം. അവന്റെ ഒരു ഉണ്ടക്കായും പഴംപൊരിയും. അപ്പോൾ ഇപ്പൊ എന്ത് പറയുന്നു? സംസ്ഥാന സമ്മേളനത്തിന്റെ പിരിവ് ഇവിടെ വെച്ച് നിങ്ങൾ ഇപ്പൊ എനിക്ക് നൽകുന്നുവോ, അതോ ഞാൻ വീട്ടിലേക്ക് വരണോ? ആശാന്റെ ദുർനടപ്പ് ഇതുവരെ മാറിയില്ലേ? വേണ്ട ആശാനെ, ഇവനെയൊക്കെ നമുക്ക് ഗോദായിൽ വെച്ച് കാണാം. ഫയൽ വാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇയാളെ മൂക്കി കയറ്റിക്കളയും ഇല്ലേ? സാറേ, എന്താ? സമീപ പ്രദേശങ്ങളിലേക്ക് അയക്കുന്ന കത്തുകൾ ഇന്ന് തന്നെ മേലുല്ലാസക്കാരന് കിട്ടുമോ? സമീപ പ്രദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ വളരെ അടുത്തുള്ള ഒരാക്കാ. എന്നാ പിന്നെ നേരിട്ട് അങ്ങോട്ട് കൊടുത്തു. അല്ല, അത് വേണ്ട. എല്ലാതിന്റെ വകുപ്പിലൂടെ തന്നെ നടക്കണം, അതുകൊണ്ടാ. എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ. ഓഹോ. വാസുവേ, എന്നെ ഒന്ന് സഹായിക്കണം. ഇന്ന് എന്റെ കൂടെ ഒന്ന് വരണം. ആരൊക്കെയാ ഏതൊക്കെയാ വീടൊന്നും ഒരു പിടിയില്ല. അതെന്താ, പോവാലോ? സൈക്കിൾ വേണ്ടേ? പിന്നെ ഇതെടുത്തോ. എടേ, ഞാൻ വരാൻ കുറച്ച് താമസിക്കും കേട്ടോ. ചോറുണ്ടോ വീട്ടിന്ന്? ഞാൻ വന്നിട്ട് പറയാം. ആ കൂടി 4-5 എഴുത്തേ ഉള്ളൂ. പിന്നെ MK സഹദേവൻ,
ചായക്കച്ചവടം മുത്താരംകുന്ന് പിയോ. ആളാരാ? അയ്യോ അതറിഞ്ഞൂടെ? ഇല്ല. രണ്ട് ഭ്രാന്തന്മാരില്ലേ ചായക്കട നടത്തുന്നവരെ. ഓ, അതില് മൂത്തോനാ. അതാണോ സാധനം? നമ്മുടെ ഉണ്ടംപൊരി. ഉണ്ടോന്ന് വരിയോ? ആ, MK സഹദേവൻ, എന്താ സാറേ? ഒരു കത്തുണ്ട്. അയ്യോ, എനിക്കോ? ആര്? എവിടുന്ന്? നിനക്കല്ല ആളുകൾ കത്തയച്ചു തുടങ്ങിയാടേ. ചുമ്മാ ചായ കുടിച്ചിരുന്നിട്ട് പോണേ. പെറ്റ തള്ളയെ വഞ്ചിച്ച വഞ്ചക. ഒരു കാലത്ത് നീ ഗുണം പിടിക്കത്തില്ലടാ. കള്ളത്തരങ്ങൾ പറഞ്ഞു വരുത്തി എന്നെ നാറ്റിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ ഫലം നീ അനുഭവിക്കും. എടാ ചീക്കക്കൊടവയറ, എന്നോട് മത്സരിച്ച് നീ ചായക്കട നടത്തി രക്ഷപ്പെടാമെന്ന് കരുതണ്ട. അമ്മയുടെ പെട്ടിയിൽ നിന്നും നീ കട്ടെടുത്ത 10,000 രൂപ നിന്റെ തന്തയുടെ തറവാട്ട് വകയല്ല. അത് തിരിച്ചു തന്ന് നീ എന്നോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഇടവഴിയിൽ ഒളിച്ചു നിന്നെങ്കിലും നിന്നെ ഞാൻ കുത്തിക്കൊല്ലും. ഇത് സത്യം, സത്യം, സത്യം എന്ന് നിന്റെ അന്തകൻ നകുലൻ. എടാ പെരുങ്കള്ള, 10,000 രൂപ കട്ടത് നിന്റെ അച്ഛനാടാ. അമ്മയുടെ കള്ളയൊപ്പിട്ട് 60 സെന്റ് സ്ഥലം തട്ടിയെടുത്തത് നീയാണടാ. എന്റെ മുഖത്ത് നോക്കി നീ ഇത് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് നിന്റെ അവസാനമായിരുന്നേനെ. ധൈര്യമുണ്ടെങ്കിൽ നീ കടലോട്ട് വാടാ. വരുന്നടോ. അല്ലെങ്കിൽ നാളെ ആവട്ടെ. മിസ്റ്റർ ദിലീപ് കുമാർ, ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയിരുന്നു. 8 മണിക്കല്ലേ പോസ്റ്റ് ഓഫീസ് തുറക്കേണ്ടത്? ഇപ്പൊ 8:45 ഞാൻ പുറപ്പെടുകയായിരുന്നു. നമ്മളാരാ മനസ്സിലായില്ല. ഞാൻ ഡിപ്പാർട്ട്മെന്റിന്റെ ആള് തന്നെ. അകത്തോട്ടിരിക്കാലോ? ഇരിക്കണം. സാധാരണ ഞാനങ്ങനെ വൈകാറില്ല. ആ, അതിരിക്കട്ടെ. എന്നാണ് സ്ഥലം മാറി പോകുന്നത്? ഞാനെങ്ങും പോകുന്നില്ലല്ലോ സാർ. സാറ് ഡിപ്പാർട്ട്മെന്റിൽ? എന്റെ പേര് ദേവ് ആനന്ദ്. ഇവിടുത്തെ പോസ്റ്റ്മാനായി ചാർജ് എടുക്കാൻ വന്നതാണ്. ഓ, അത്രേ ഉള്ളോ? ഞാൻ വിചാരിച്ചു. എനിക്ക് 10 കൊല്ലത്തെ സർവീസ് തികയാൻ പോവുകയാണ്. നിങ്ങൾ സർവീസ് കയറിയിട്ട് എത്ര വർഷമായി? 6 വർഷമായി. ആ, അപ്പൊ സർവീസ് എനിക്കാണ് കൂടുതൽ എന്ന് മനസ്സിലായല്ലോ. നിങ്ങൾ ട്രാൻസ്ഫർ ആയാൽ ഞാനാണ് മുത്താരംകുന്നിലെ പോസ്റ്റ് മാസ്റ്റർ. ട്രാൻസ്ഫർ ആയാലല്ലേ? ആകുമല്ലോ. ബുദ്ധിമുട്ടാണ്. കൊല്ലത്തുകാരനായ നിങ്ങൾ ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയുന്ന എന്തിനാണ്? എന്റെ വൈഫ് ഹൗസ് കുറുക്കന്തറയാണ്. ഇവിടുന്ന് 5 കിലോമീറ്റർ ദൂരെ. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കോളയാട്ട് നിന്ന് ഇവിടേക്ക് ട്രാൻസ്ഫർ വാങ്ങിയത്. അതൊക്കെ നിങ്ങളുടെ കാര്യം. ആരും വരാൻ മടിക്കുന്ന ഈ സ്ഥലത്ത് ഒരു മുറിവുറുപ്പും കൂടാതെ ചാർജ് എടുത്തവനാണ് ഞാൻ. ഇനി ഇവിടുന്ന് മാറുന്ന പ്രശ്നമേ ഇല്ല. നിങ്ങൾ മാറും, ഇല്ലെങ്കിൽ മാറ്റിക്കും. പിന്നെ ഒരു പോസ്റ്റ്മാൻ വിചാരിച്ചാൽ ഒരു പോസ്റ്റ് മാസ്റ്ററെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഡിപ്പാർട്ട്മെന്റിൽ എനിക്കുള്ള പിടിപാട് എന്താണെന്ന് അറിയാത്തത് കൊണ്ടും ജന്മനാ ഉള്ള വിവരക്കേട് കൊണ്ടുമാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്. മര്യാദയ്ക്ക് സംസാരിക്കണം. എന്ത് വന്നാലും ഞാൻ ഇവിടുന്ന് സ്ഥലം മാറിപ്പോകുന്ന പ്രശ്നമേ ഇല്ല. ആഹാ, ഉറപ്പാണോ? അതെ. എന്നാൽ 3 മാസത്തിനകം നിങ്ങൾ ഇവിടുന്ന് സ്ഥലം മാറ്റി ഞാൻ മുത്താരംകുന്നിലെ പോസ്റ്റ് മാസ്റ്റർ ആയില്ലെങ്കിൽ എന്നെ ഇങ്ങനെ വിളിച്ചോ? ഇങ്ങനെ വിളിക്കുന്നതേ ഇവിടെ പട്ടികളെയാണ്. ഞാൻ ഡ്യൂട്ടിക്ക് വന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോണോ? സമയമാകുമ്പോ ഇറങ്ങേണ്ടി വരും. അപ്പൊ മതി. എവിടെ ഡെലിവറി ചെയ്യേണ്ട കത്തുകൾ എടുക്കൂ. അല്ല, ഇതൊന്നും സോർട്ട് ചെയ്തിട്ടില്ലല്ലോ. ഓരോ ഏരിയയിലേക്കുള്ള കത്തുകൾ വേറെ വേറെ വെക്കണം. തന്നെ തന്നെ അങ്ങ് വെച്ചോണ്ടാ മതി. എനിക്ക് ഡെലിവറി മാത്രമേ പറ്റൂ. അങ്ങനെയാണോ നിയമം? അതെ. എന്നാ നിങ്ങൾ ഡെലിവറി ചെയ്യണ്ട. ഇതെല്ലാം തനിച്ച് ചെയ്യാൻ എനിക്കറിയാം. എനിക്കും നിങ്ങൾക്കും ഇവിടെ പ്രത്യേകം ഡ്യൂട്ടിയാണ്. എന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യും. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാ നിയമങ്ങളും അതേപടി പാലിക്കുന്ന ആളാണോ? ആണെങ്കിൽ പോയി യൂണിഫോം ഇട്ടോണ്ട് വരൂ. നിങ്ങൾ ആര്? കോളേജ് കുമാരനോ? ഡിസൈൻ ഷർട്ടും പാൻറ്റൂടെ? ഹേ മിസ്റ്റർ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കും. എന്നെ ഇന്ന് വരെ ആരും തടഞ്ഞിട്ടില്ല. ഡിപ്പാർട്ട്മെന്റിൽ സർവീസ് എനിക്കാണ് കൂടുതൽ. അധികം കയറി വിലസണ്ട. ഇത് വലിയ ശല്യമായല്ലോ. എടുത്തോണ്ട് പോണം മിസ്റ്റർ. നിങ്ങൾ ഒന്നും വിടാതെ പോയാലും എനിക്കൊരു ചുക്കുമില്ല. ആ, അധികകാലം ഇവിടെ ഭരിക്കാമെന്ന് കരുതണ്ട മിസ്റ്റർ ദിലീപ് കുമാർ. ഈ ദേവാനന്ദനോട് കളി വേണ്ട. പോസ്റ്റ് സാറേ. ഒന്ന് കഥ സമയായിരുന്നേ. ദിലീപ് ഹലോ, ബൈലോണേ. ഒന്ന് കഥ
ഞാനൊരു മുണ്ടെടുത്തെടുത്തോണ്ട് കൊടുത്തിട്ടുണ്ടോ ചായ 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 ക്ലാസ്സിങ് എടുത്തേ ചൂട് ചായ ശരി ചായ നല്ല ചായ ഹോർലിക്സ് ഉണ്ടോ? ഫസ്റ്റ് ക്ലാസ് ഉണ്ടംപൊരി ഉണ്ട്, വേണോ? ഹോർലിക്സ് നാളെ നാളെ വാ. ശുദ്ധമായ പശുമ്പാലി ചേർത്ത ചായ കൊണ്ട് പോറോ അവിടുന്ന്, പോരോ. കാട്ടാവുസ്തി ചായ പോറോ അവിടുന്ന്. ചായ ഒന്ന് മാറിക്കേ. ചായ 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 ചൂട് ചായ 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 ചൂട് ചായ. ഞാൻ ചോദിച്ചപ്പോ താനല്ലേ ചായ വേണ്ടെന്ന് പറഞ്ഞേ? ഇപ്പൊ വേണമെന്ന് തോന്നി. കിളിക്കാതെ ഓടാ, നിന്നെ പോലെ പഞ്ചസാരക്ക് ഒരു സാക്രി കൊണ്ടല്ലടാ ഞാൻ ചായ കൊടുക്കുന്നത്. സാക്രീനിട്ട് ചായ വിൽക്കുന്ന നീ ആണോ തെണ്ടി? ആൾക്കാരെ ആൾക്കാരെ പുല്ലാണടാ. ഒന്ന് പോണ അവിടുന്ന് വെള്ളം ഉണ്ടാക്കാതെ. നിന്റെ വീട്ടിൽ വെള്ളം ഉണ്ടാക്കാൻ. എന്റെ കസ്റ്റമറെ അവമാനിച്ചാൽ അടിക്കുന്നത് എല്ലാം അടിക്കും. എന്നാ എല്ലോടിയടാ ഓടി. ജയിലിൽ പോടാ, കൊടൽ മോലയോ ഓടിയിടും നിന്റെ. എനിക്കിനി മുന്നും പിന്നും നോക്കണോ? വന്നേ വന്നേ, എന്റെ എവിടുത്തെ എന്തുവാണ് മാഷെ? ഒരു സോഡ കുടി.
കൊടുറോ. അയ്യോ അതുകൊണ്ട് നടക്കുന്നതല്ലേ. ഇനി നേരത്തെ ഇറക്കിയത് കേട്ടോ. ജയിച്ചു വരണ്ടല്ലേ ഇതുവരെ കൊണ്ട്. അത് നല്ല കുസ്തി സമയമായി. ഇതൊക്കെ അങ്ങോട്ട് അഴിച്ചു മാറ്റുക. മലയാളികളുടെ മാനം കാക്കടോ. പിടിക്കുമോ സാബ് ഞാൻ പാവമാണ് സാബ്, എന്നെ കൊല്ലരുത് സാബ്, പ്ലീസ് സാബ്, എന്നെ കൊല്ലരുത് സാബ്, പ്ലീസ്. എന്താ എന്താ ഇത്? ഞാൻ പറഞ്ഞിട്ട് പിടിച്ചാ മതി. എന്നെ കൊല്ലല്ല സാബ്, സാബ് ഞാനൊരു പാവമാണ് സാബ്, എന്നെ കൊല്ലല്ല സാബ്, അയ്യോ സാബ്, അയ്യോ ഞാനിനെ പ്രയോഗിക്കില്ല സാബ്, എന്നെ രക്ഷിക്കൂ സാബ്, അയ്യോ ഞാൻ പ്രയോഗിക്കില്ല സാബ്, അമ്മണിക്കുട്ടിയാണ് സത്യം സാബ്, എന്നെ കൊല്ലല്ല സാബ്, അയ്യോ സാബ്, അയ്യോ സാബ് ഞാനൊരു പാവപ്പെട്ട മോശം വസ്തുവാണ് സാബ്, അയ്യോ സാബ് എന്നെ കൊല്ലല്ല സാബ്, സത്യമായിട്ട് സാബ് ഞാൻ പ്രയോഗിക്കുന്നില്ല സാബ്, ജീവിതത്തിൽ പ്രയോഗിക്കുന്നില്ല സാബ്, അയ്യോ സാബ് എന്നെ കൊല്ലല്ലേ സാബ്, ഞാനൊരു പാവപ്പെട്ടവരാണ് സാബ്, എന്നെ വിട്ടേക്കും സാബ്, ഞാൻ സാബ്. Good. Good.